ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ ഒരു കുട്ടി മിനി വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് റേഷൻ കടയിലും അതുപോലെ വാപ്പാക്ക് മരുന്നെടുക്കാൻ മെഡിക്കൽ സ്റ്റോറിലും ഒക്കെ പോകേണ്ട ഒരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര മുൻപിൽ നിൽക്കുന്ന മാവിൽ നിന്ന് കേടായിട്ടുള്ള വീഴുന്ന മാങ്ങ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ കിടന്നു കഴിഞ്ഞാൽ കൊതുക് ശല്യം ഭയങ്കരമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അരിയും കൂടെയൊക്കെ അടുപ്പിലിട്ട് രാവിലത്തെ കാപ്പി കൂടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റേഷൻ കടയിൽ പോയി റേഷനൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ അനിയത്തി മാത്രമല്ല, എൻ്റെ മോളും ഉണ്ടായിരുന്നു കേട്ടോ, പാത്തും കൂടെ ഉണ്ടായിരുന്നു. പാത്തു എൻ്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് മദ്രസ ഇല്ലാതിരിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോഴത്തേക്കും ചക്കയൊക്കെ വെച്ച് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചക്ക വെട്ടിയതാണ് കേട്ടോ. കത്തിയുടെ പിടി ഒടിഞ്ഞു പോയി. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. നമ്മൾ പലവ്യഞ്ജന സാധനം മേടിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കത്തിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വീട്ടിലെ സാധനം തീർന്നെന്ന് പറഞ്ഞില്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി, എണ്ണ, അങ്ങനെയുള്ള എല്ലാ ഐറ്റവും തീർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റേതായ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്കും മീനും ഒക്കെ കൊണ്ടാട്ടോ വന്നത്. എല്ലാം അപ്പോൾ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. മീനൊക്കെ വെട്ടിക്കഴുകി വറുക്കാനും കറി വെക്കാനും ഒക്കെ ഉള്ളത് വെവ്വേറെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കറി വെക്കാനുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുത്ത് കറി അങ്ങ് സെറ്റാക്കി അടുപ്പിലോട്ട്. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു മസാലയ്ക്ക് അങ്ങോട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല. പച്ച കുരുമുളകും കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ കുറച്ച് കരിയാപ്പല, ഉപ്പ്, കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു മസാലയിലാട്ടോ മീൻ വറുക്കാനുള്ള മസാല തയ്യാറാക്കിയത്. ഇതിനിടയ്ക്ക് വെച്ച് ചക്കയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ആ ചാള വറുത്തതും അതുപോലെ ഈ ഒരു മാങ്ങാ ചമ്മന്തിയും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചക്ക റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്കും കുറച്ച് അരപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഇതിനിടയ്ക്ക് മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഈ മസാല തേച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കണം കേട്ടോ. അതിനുശേഷം വേണം നമ്മളെടുത്ത് പൊരിക്കാൻ. മസാല തേച്ച ഉടനെ പൊരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. Bye.